ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ തിരക്കിട്ട് എങ്ങോട്ട് പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാലത്തിൻ്റെ അടിയിൽ വള്ളക്കാർ വരും മീൻ വെക്കാൻ വേണ്ടി, മീൻ വിൽക്കാൻ വേണ്ടി. അപ്പം നമ്മൾ രാവിലെ തന്നെ പോയി മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് പോയി നോക്കാം വല്ലതും കിട്ടുമോ ഇല്ലേ, വള്ളക്കാരുടെ പാട്ടിന് പോയോ എന്നൊക്കെ. ചിരിച്ചൂടെ, ചിരിക്കാൻ ചിരിക്കൊണ്ടി ചിരിക്ക്. എവിടെ പോവാ? പല്ല് കേട്ട് വലിയൊന്നും നാട്ടുകാർ പല്ല് കണ്ട് മനസ്സിലാക്കുമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ മീൻ വാങ്ങാൻ വേണ്ടി. നമ്മൾ ഈ കാണുന്ന പാലത്തിൻ്റെ അടിയിലാണ് വഞ്ചി വള്ളക്കാർ. എനിക്ക് ഈ വള്ളം, വഞ്ചി, തോണി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്, എനിക്കറിയത്തില്ല. എന്തായാലും വള്ളക്കാർ മീൻ കൊണ്ടുവരുന്നത് വിൽക്കുന്നത് ഈ കാണുന്ന പാലത്തിൻ്റെ അടിയിലാണ്. ഇന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് 2 വള്ളക്കാരുണ്ടായിരുന്നു. ഒരാൾ ഈ ചേട്ടൻ്റെ കയ്യിലാണെങ്കിൽ തേട് തേടെന്നാണ് പേര്. എനിക്ക് ആ പേര് കുറച്ച് ഇപ്പം ഞാൻ തേടെന്ന് ഓർത്തെടുത്ത് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ആ പേര്. ആൻഡ് ഇതെന്ത് മീനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ ഏകദേശം ഒരു മുഷിയുടെ രൂപമൊക്കെ ഉള്ളൊരു മീനായിരുന്നു എന്ന് മാത്രം അറിയാം. പിന്നെ അതെ അപ്പുറത്തെ വള്ളത്തിൽ ഒരു 3-4 കുഞ്ഞ് പള്ളത്തിയോ അതും പിന്നെ ഒരു 2-3 കൊഞ്ചും ഉണ്ടായിരുന്നു. ഈ കൊഞ്ചിനും പള്ളത്തേക്കും കൂടി പുള്ളി 700 രൂപ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞണ്ടുണ്ടായിരുന്നു. ഞണ്ടിന് 900 രൂപയും പറഞ്ഞു. ഈ 2-3 പള്ളത്തേക്കും കൊഞ്ചിനും കൂടി 700 രൂപയൊന്ന് ചോദിച്ചത് ആ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ അപ്പം തന്നെ ഇല്ല ഇത് കൊടുക്കുന്നില്ല ചേച്ചി പൊക്കോ, ഇത് കൊടുക്കുന്നില്ല എന്നൊക്കെ. അതാട്ടോ ഇല്ല കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരുടെ അടുത്തൊന്നും വാങ്ങിയില്ല. കാരണം നമുക്ക് തേട് കിട്ടിയിട്ട് കാര്യമില്ല, എനിക്കിത് വെട്ടാൻ അറിയത്തില്ല. അമ്മയ്ക്ക് വന്ന് വെട്ടിത്തരാനുള്ള സമയവും ഇല്ല, കാരണം ജോലിക്ക് പോകണം. 8 മണിയാകുമ്പോഴത്തേക്കും ജോലിക്ക് കയറണം. ഓൾറെഡി നമ്മൾ 7:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഈ 2-3 പള്ളത്തിയും കൊഞ്ചിനും വേണ്ടി 700 രൂപയും ഞണ്ടിന് 900 രൂപയും കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയതുമില്ല. ഈ ഒരു സ്പോട്ട് അടിപൊളി കേട്ടോ. ആ റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ ആ വഴി കൂടെ നമുക്ക് നടന്നു പോകാനൊക്കെ പറ്റും. നല്ലൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല കാറ്റും അടിപൊളിയായിരുന്നു. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ മീൻ കിട്ടിയില്ല എന്നും പറഞ്ഞ് അമ്മ പറയുന്നുണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ നമ്മൾ വന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ്, അപ്പം കരയിൽ മീൻ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് തേടെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് മീൻ ഏതാണ്. അപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടി പോയതായിരുന്നേ. കണ്ടപ്പോൾ മനസ്സിലായി ഏകദേശം മുഷി പോലൊരു പോയിട്ട് നമുക്ക് മീൻ കിട്ടിയില്ല. അവിടെ മീനുണ്ട്, പക്ഷേ ഞണ്ടും പിന്നെ മുഷി പോലൊക്കെ ഇരിക്കും തേടോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അതൊന്നും വെട്ടാൻ എനിക്കറിയത്തില്ല. പിന്നെ ഞണ്ടിനൊക്കെ എന്തൊരു വിലയോ, 900 രൂപയോ അങ്ങനെ എന്തോ പറഞ്ഞു. അല്ല 900 അല്ല 700 രൂപ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് വാങ്ങിയില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഇക്കത്തെ കരയിൽ വേറൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോയി നോക്കാം. വേഗം പോട്ടെ, കഥ പറഞ്ഞിരുന്നു ഞാൻ ബാക്കിലായിപ്പോയി. ഒരു ചേട്ടവരുടെ ഉണ്ടോ മീൻ? വെയിറ്റ് അങ്ങനെ പോയാലേ മീൻ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ചുമ്മാട്ടോ. ഇവിടെ മൊത്തം ചെളിയാണ്, നോക്കിപ്പോയില്ലെങ്കിൽ ലൈവായിട്ട് വീഴുന്നത് കാണാം ഗൈസ്. അയ്യോ ഇത് കാട്ടിക്കൂടെ പോകണം, ഞാൻ കാണിച്ചു തരാട്ട വഴി. ആത്മാർത്ഥത നിങ്ങൾ കാണണം. ഈ ഒരു ചെറിയ വഴി കൂടെ ഇങ്ങനെ നമ്മൾ പോയി അവിടെ ഒരു കട പോലെ ഉണ്ട് ഗൈസ്. അയ്യോ ഞാൻ എങ്ങനെ പോവും? നമ്മൾ ഇപ്പുറം വന്നപ്പം ഈ ഒരു വള്ളക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളുടെ കയ്യിൽ ഈ മുഴുത്ത കൊഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ വാങ്ങിയില്ല ഗൈസ്, കാരണം എപ്പോഴും കൊഞ്ച് മിക്കവാറും വീട്ടിലുണ്ടാകുന്ന സാധനമാണ്, അതുകൊണ്ട് വാങ്ങിയില്ല. കാറ്റ് ഈ സ്ഥലം കണ്ടോ? ഞാൻ മീനൊന്നും കിട്ടിയില്ല, എന്നാൽ പിന്നെ ഇവിടം വരെ വന്നതല്ലേ, നിങ്ങളെ സ്ഥലം കാണിച്ചു തരാമെന്നും പറഞ്ഞ് കാണിച്ചു തന്നതാണ്. ഒരു നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല പാലത്തിൻ്റെ അടിയിലാണ്. ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ കാണുന്നിടത്താണ് നമ്മൾ നേരത്തെ മീൻ വാങ്ങാൻ വേണ്ടി പോയത് വള്ളക്കാരെടുത്ത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഞാൻ ആദ്യം വിചാരിച്ച പോലെ പാറക്കല്ലോ മരക്കഷ്ണമൊക്കെ ആയിരിക്കുന്നു. പക്ഷെ അല്ല ഗൈസ്, മറ്റേ മണൽ വരുന്ന വഞ്ചി മുങ്ങിപ്പോയതാണ്. 2 സൈഡിൽ നിന്ന് മീൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെറുതായി മാറ്റി നമ്മൾ ചിക്കൻ വാങ്ങാൻ പോവാണ് ഗൈസ്. ഇനിയിപ്പോൾ ചിക്കൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം മീൻ വാങ്ങാൻ പോയി, മീനൊന്നും കിട്ടാതെ നമ്മൾ അമ്മേനെ തിരിച്ച് ജോലിക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഇത് അമ്മ ഇവിടെ ആട്ടോ വർക്ക് ചെയ്യുന്നത്, റിസോർട്ടാണ്, ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അമ്മേനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. മീനൊന്നും കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് പോവാണ്. മീൻ കിട്ടിയില്ല. നമ്മൾ ഈ മാർക്കറ്റിൽ പോയി വാങ്ങുന്നതിന് പകരം ഇവിടെ ഇങ്ങനെയാണ് വഞ്ചി തോണിക്ക് വഞ്ചിക്കകത്ത് ഇങ്ങനെ വന്ന് വിൽക്കുന്നേ. നമ്മളവിടെ പോയി അപ്പൊ പക്ഷെ ഉണ്ടായിരുന്ന മീൻ
എന്താ തേടെന്നും പറഞ്ഞിട്ടൊരു മീനായിരുന്നു. എനിക്ക് അതിനെ കണ്ടിട്ട് മുഷീനെയൊക്കെ പോലെയാ തോന്നിയത്. അങ്ങനത്തെ മീനൊന്നും വെട്ടാൻ എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഉള്ളത് കൊഞ്ച്, ഞണ്ടും വെട്ടാൻ എനിക്ക് അറിഞ്ഞൂടാ. കൊഞ്ചും മീൻ കിട്ടിയില്ല മാമേ. അതൊക്കെ ഉണ്ട്. ഇല്ല. എന്നിട്ട് കൊഞ്ചും മറ്റേ തലയടക്കമൊക്കെ വെട്ടണം. അങ്ങനെയൊന്നും വെട്ടാൻ എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങള് മീൻ കിട്ടാതെ തിരിച്ചു വന്നു. മറ്റേ പട്ടി ചന്തയ്ക്ക് പോയിട്ട് വരാന്നൊക്കെ കേട്ടില്ല, അതുപോലെ തിരിച്ചു വന്നു. നമുക്കിനി പ്ലാൻ മാറ്റി പിടിക്കാം. നമുക്കിനി ചിക്കൻ വാങ്ങാം. എന്തേലും തിന്നാൻ കിട്ടിയാ പോരെ, അതിന് നമുക്ക് ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതും ഇത്തിരി സാഹസികമായിട്ട് വേണം പോവാൻ. ഞാൻ കാണിച്ചു. അങ്ങനെ മീൻ കിട്ടിയില്ല, എന്നാൽ പിന്നെ ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ച് പോയപ്പം അമ്മാമ്മയ്ക്കാണെങ്കിൽ ഇറച്ചിയൊന്നും കൂട്ടത്തില്ല. അപ്പം മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞതേ അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം പിന്നെ ഇറച്ചി വാങ്ങാനും വേണ്ടി പോകാമെന്ന് പറയാൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. വീടിൻ്റെ അടുത്ത് തന്നെ ആട്ടോ, കടയും വീടും കൂടി ആയിട്ടാണ്. നമ്മളപ്പോൾ അവിടെ പോയി ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. മീൻ കിട്ടിയില്ല എന്നും പറഞ്ഞാൽ നമ്മളങ്ങനെ തോറ്റു പോകാൻ പാടില്ലല്ലോ. ഈ കുളം കണ്ടോ നിങ്ങള്? ഇത് നെറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി കാണും. മീൻ കൃഷിയാണ്, കരിമീനാട്ടോ ഇവരിവിടെ കൃഷി ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ വാങ്ങാൻ വന്ന ആ വീടും കടയും എല്ലാം കൂടി ഒരുമിച്ച. അപ്പം മീനിനെ കാണിച്ചെടുക്കാൻ വന്നപ്പോ മീനില്ല. ഇത് കണ്ടോ, ഇതാണ് കുളം. മീനുണ്ട്, പക്ഷെ കാണുന്നില്ല ആരെയും. കുഞ്ഞുങ്ങൾ ഇതിൽ സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല. വെള്ളം കലങ്ങി കിടക്കുന്നു. കഴിഞ്ഞ വട്ടം വന്നപ്പോ കണ്ടായിരുന്നു. ഇത് പട്ടിക്കുട്ടന്മാര് കാവലിരിക്കുവാണ് കരിമീന്. അത് മീനിനെ തന്നെ, പക്ഷെ കലങ്ങിയിരിക്കുന്നു. ഇതുണ്ട്, വെള്ളം മൊത്തം കലങ്ങിയിരിക്കുക. അതുകൊണ്ട് മീനിനെ കാണത്തില്ല. അപ്പുറത്ത് വേറെ ഉണ്ട്, നമുക്ക് അവിടെയും പോയി നോക്കാം. ഏതാ ഫ്രീ കുളമാണോ, ഓപ്പൺ ആയി കിടക്കുന്ന കുളമാണോ? അവിടെ അതിന് മുതലാളിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അന്ന് അങ്ങനെയാ പറഞ്ഞത്, വെള്ളം കേറി അങ്ങനെ കിടക്കുന്ന തന്നെയാണ്. നമുക്ക് അവിടെ പോയി നോക്കാം. കലങ്ങിയിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം. ഇത് ഈ ചിക്കൻ കടയുടെ പുറകുവശത്ത് ഇങ്ങനെ വെള്ളം കയറി കുളമായതാട്ടോ. അവിടെയും കരിമീൻ വളരുന്നുണ്ട്. കഴിഞ്ഞ വട്ടം പോയപ്പോൾ രണ്ടിടത്തും നല്ല വലിയ വലിയ മീനുകളെ കാണാമായിരുന്നു, പക്ഷെ ഇത്തവണ കണ്ടില്ല, വെള്ളം കലങ്ങിയിരിക്കായിരുന്നു. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി പിന്നെ നമ്മൾ നട്ട ചീര മതി. മതി, അന്ന് മതി. അമ്മ കണ്ടതിന് ഇത് വന്ന് പറിക്കും. ഇവിടെ ഈ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ചീര കിടക്കും. ആരും നട്ടയല്ല കേട്ടോ, എനിക്ക് അല്ലാണ്ട് കിളിക്കുമല്ലോ ഇങ്ങനെ പറമ്പിലൊക്കെ, അങ്ങനെ കിളിച്ചതാ. അപ്പൊ നമ്മള് എന്തിനാ ഈ കാട്ടിക്കൂടെ ഒക്കെ വന്നേയാവോ വഴിയുണ്ടായിട്ട്. നമ്മളപ്പം ചിക്കനും വാങ്ങി തിരിച്ചു പോവാണ് ഗൈസ്. മീൻ വാങ്ങാൻ പോയി, മീൻ കിട്ടിയില്ല. പകരം നമ്മൾ ചിക്കൻ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു നമ്മള് തിരിച്ചു പോവാ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഉച്ചയ്ക്ക്. രാവിലത്തേക്ക് നല്ല പഴങ്കഞ്ഞിയുണ്ട്. പഴങ്കഞ്ഞി ഞാൻ ഈ സാധനം കഴിക്കൂലായിരുന്നു, ഇതിൻ്റെ കൂടെ പിന്നെ കഴിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പം നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അതിലേക്ക് നല്ല പഴങ്കഞ്ഞിയും കപ്പയും മത്തി മുളകിട്ടതും ഉണ്ട് ഗൈസ്. അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ശരി, പോട്ടെ. അപ്പം മീൻ കിട്ടാത്ത വിഷമം നമ്മൾ എന്തായാലും നല്ല അടിപൊളി ചിക്കൻ വാങ്ങി അമ്മേനെ കൊണ്ട് നല്ല നാടൻ കറിയൊക്കെ വെച്ച് അത് കൂട്ടി ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.